വർഷം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ളത് ആ വേദഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സങ്കീർത്തനങ്ങൾ 126 അതിന്റെ 3-ാമത്തെ വചനം. സങ്കീർത്തനങ്ങൾ 126 അതിന്റെ 3-ാമത്തെ വചനം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം ഞാൻ പറയാം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് ഈ 126-ാമത് സങ്കീർത്തനം. നമ്മൾ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ അല്പസമയം നമ്മൾ കേൾക്കാനായിട്ട് പോയി. കഴിഞ്ഞ ലേഡീസ് മീറ്റിംഗിന് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് സംസാരിക്കാൻ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികൾ ജീവിക്കും. ചലിക്കുന്ന പ്രാണികൾക്കാണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നെങ്കിൽ, അതിനെ ഏറ്റെടുക്കുന്നെങ്കിൽ, അതിനോട് നമ്മളൊന്ന് സ്തോത്രം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, നമ്മുടെ വായ ഒന്ന് തുറക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, നമുക്ക് ദൈവം തൃപ്തി വരുത്തുന്ന ദൈവമാ, നമ്മൾ ദൈവം ജീവൻ നൽകുന്ന ദൈവമാ. എവിടെയെങ്കിലും ഒക്കെ അടഞ്ഞു കിടക്കുന്ന വഴികൾ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ നിമിത്തം, വചനത്തെ ഏറ്റെടുക്കുന്ന നിമിത്തം ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാനായിട്ട് ഇടയായി തീരും. ഞാൻ വേഗത്തിൽ വചനഭാഗത്തിലേക്ക് വരിക. 126-ാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഞാൻ വായിച്ചത്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. 126-ാം സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന പ്രവാസികൾ മടങ്ങി വന്ന അനന്തരം അവർ ദൈവത്തിൽ പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ബാബിലോൺ പ്രവാസത്തിൽ അടിമകളായിരുന്ന ഒരു ജനം അവിടെ നിന്ന് അവർ വിടുവിക്കപ്പെട്ട അനന്തരം അവർ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന ശേഷം അവർ ദൈവത്തിൽ പാടി ആനന്ദിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത്. യെസ്രാ പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ യെസ്രായുടെ പുസ്തകം വായിക്കുന്ന 8-ാം അധ്യായം 9-ാം അധ്യായം ആ വേദഭാഗങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് വേദശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് യെസ്രാ പുരോഹിതനോ ഹഗ്ഗായിയോ ആയിരിക്കാം ഈ പാട്ട് പാടിയത്. അത് മാത്രമല്ല, ജനത്തെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചത്. അതുകൊണ്ട് അവർ പാടുന്ന, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം അവർ ദൈവസന്നിധി പാടുന്ന ഒരു പാട്ടാണിത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങൾ തങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവപ്രവൃത്തി ഓർത്തിട്ട് ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് അവർ ദൈവത്തിൽ പാടുകയാണ്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മളിൽ വൻ കാര്യങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത ദൈവപ്രവൃത്തിയെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മതി വരാത്തവണ്ണോ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തിട്ടുണ്ട്. Praise the Lord. ഞാൻ പറഞ്ഞതുപോലെ ഇവര് പ്രവാസത്തിലേക്ക് പോയി. എപ്പോഴും യഹോവയായ ദൈവം ദൈവജനത്തെ പ്രവാസത്തിൽ വിടുന്നത്. പ്രവാസം എന്ന് പറയുമ്പോൾ ആ വാക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ഇന്നത്തെ പോലെ വിസയും പാസ്പോർട്ടും ഒന്നും എടുത്തു പോകുന്ന കാര്യമല്ല. യുദ്ധം ചെയ്തിട്ട് ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ് പ്രവാസകാലം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥലം, സ്വന്തമായ ഇഷ്ടങ്ങൾക്കോ ആചാരങ്ങൾക്കോ ആരാധനകൾക്കോ യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാൻ പറ്റാത്ത ഒരിടം. അടിമ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് നിലനിൽക്കുന്ന സമ്പ്രദായം അനുസരിച്ച് അവൻ ഒരുവന്റെ വീട്ടിലോ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലോ എവിടെയോ ശുശ്രൂഷ ചെയ്യാം. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ളിടത്ത് പാർക്കാൻ, ഇഷ്ടമുള്ളതുപോലെ പോകാൻ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരവകാശവും ഇല്ലാത്ത ജനം. അങ്ങനെയുള്ള ഈ ജനം എപ്പോഴും പ്രവാസത്തിലേക്ക് ജനത്തെ ദൈവം വിടുന്നത്. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോ, പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു. മറ്റൊരു രാജ്യത്ത് അടിമകളായി വാഴാൻ ദൈവം അവരെ വിട്ടു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, പ്രവാസത്തിലേക്ക് പോയ എല്ലാ ജനവും അവർ പാപികളായിരുന്നില്ല. പ്രവാസത്തിൽ എത്തപ്പെട്ട എല്ലാവരും ദൈവത്തിൽ അകന്നു പോയവരായിരുന്നില്ല. നമുക്കറിയാം
ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം, ശദ്രക മേശക അബേദ്നെഗോവിനെ കുറിച്ച് നമുക്കറിയാം, നെഹമ്യാവിനെ കുറിച്ച് നമുക്കറിയാം, എസ്ര ഹഗ്ഗായിയെ കുറിച്ച് നമുക്കറിയാം. പ്രവാസത്തിലേക്ക് പോയ നമുക്കറിയാം, നയമാന്റെ വീട്ടിൽ നിന്ന് ചെറിയ പെൺകുട്ടി, അവളും ഒരു അടിമയായി പിടിച്ചു കൊണ്ടുവന്നത്. അവൾ ആയിരുന്ന ഇടത്ത്, അവരായിരിക്കുന്ന മേഖലകളിൽ ആമേൻ അവരാരാണെന്നോ ആമേൻ ഞങ്ങൾ ഇവിടെ എത്തപ്പെട്ടത് ആമേൻ ദൈവത്തിന്റെ എന്തെങ്കിലും ഉദ്ദേശം കാരണമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ അവരായിരിക്കുന്ന ഇടത്തോ ജീവിത മൂല്യങ്ങളെ, ന്യായപ്രമാണങ്ങളെ ആമേൻ അതേപടി അനുസരിക്കാൻ തയ്യാറായ ഒരു ജനത്തെയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലൊക്കെ പറയുന്ന ഭാഗം നമുക്കറിയാം. രാജാവ് തരുന്ന ഒന്നുകൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ലെന്ന് തീരുമാനിച്ച ഒരു ജനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനൊന്നും സ്വാതന്ത്ര്യം ഇല്ലാത്ത ഇടത്തോ ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആമേ സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നിട്ടോ അനുകൂലമായി ഒന്നും തങ്ങളുടെ മുൻപിൽ ഇല്ലാതിരുന്നിട്ടോ ദൈവവചനത്തിനും ന്യായപ്രമാണത്തിനും മുൻതൂക്കം കൊടുത്ത് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിനകത്ത് നിന്ന ജനത്തെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം നമ്മളോട് പറയുന്നു, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്, എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്, അപ്പോഴുള്ള എന്റെ ഓരോ പ്രവൃത്തി അങ്ങനെ ആകേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, സാഹചര്യങ്ങളല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്, സാഹചര്യങ്ങളുടെ മീതെ നടക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇവരെ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാബിലോൺ രാജാവ് യുദ്ധം ചെയ്ത, അതിന്റെ ചരിത്രമൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാബിലോൺ രാജാവ് യുദ്ധം ചെയ്തിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകുക. ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയായിരുന്നു അവിടെ നിന്ന് അവർ പുറപ്പെടണം. ചിലർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് യുദ്ധം ഉണ്ടായത്. ആ വയലിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ എന്തോ വേണോ ആ രാജാവിന്റെ കൂടെ പോകണോ. ചിലർ ചന്തസ്ഥലത്ത് നിൽക്കുകയായിരുന്നു, അവിടെ നിന്ന് അവർ നിൽക്കുന്നത് പോലെ പോകണോ. ചിലർ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് അവർ എങ്ങനെ നിന്നോ അതേപോലെ പോകണം. ഒരു അടിമയ്ക്കും പ്രവാസത്തിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ വീട്ടിൽ പോയി ഇനി നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ട് വരട്ടെ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വരട്ടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് അതേപടി യാത്ര ചെയ്യുക. എങ്ങനെയാ കൊണ്ടുപോകുന്നത് അറിയാമോ? ഒരു മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ. നമുക്കറിയാം, ഇവിടൊക്കെ മൃഗങ്ങളെ അറക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ ഒരു രാജ്യത്ത് നിന്ന് വലിയൊരു കൂട്ടം ജനത്തെ അടിമകളെ കൊണ്ടുപോകുന്നത് പോലെ ചില രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ അവരെ കൈകൾ പുറകിൽ ബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുക. ഏതവസ്ഥയിലാണോ ആയിരുന്നത് അതേ അവസ്ഥയിൽ പോകുക. എങ്ങനെയാ പോകുന്നത് അറിയാമോ? അപ്പനെയും അമ്മയും കൂട്ടിയല്ല പോകുന്നത്, സഹോദരങ്ങളെ കൂട്ടിയല്ല പോകുന്നത്, മക്കളെ കൂട്ടിയല്ല പോകുന്നത്. എല്ലാം നഷ്ടങ്ങളുടെ കണക്കാണ്. പ്രവാസം എന്ന് പറഞ്ഞ എല്ലാം നഷ്ടങ്ങളുടെ കണക്കാണ്. അപ്പൻ എവിടാന്ന് അറിയത്തില്ല, അമ്മ എവിടാന്ന് അറിയത്തില്ല, സഹോദരങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല, അവരെങ്ങോട്ട് പോയി എന്നറിയത്തില്ല, എത്തപ്പെട്ട രാജ്യത്ത് അവരുണ്ടോ എന്നറിയത്തില്ല. യാതൊന്നും കാണാനോ കേൾക്കാനോ അറിയാത്തൊരവസ്ഥയിൽ തികച്ചും നിന്ന പാത്രരായി തല കുനിക്കപ്പെട്ടവരായി അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമ്പോ ദൈവമക്കൾ വല്ലാതെ ഭാരപ്പെട്ടിട്ടുണ്ട്. അവർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവമേ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന്. നമുക്ക് ഈ പ്രവാസത്തിലേക്കൊക്കെ പോകുന്ന ചിന്തകൾ ഞാനിങ്ങനെ എന്റെ ഭാവനയിൽ ഇതിങ്ങനെ കാണും. കുറെ മനുഷ്യർ അവനിങ്ങനെ നടന്നു പോകുന്ന ഒരവസ്ഥ ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കാൻ. നമ്മള് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായിട്ടോ ആരോഗ്യം ക്ഷയിച്ചവരായിട്ടും നടന്നും ക്ഷീണിച്ചോ ഒക്കെ ഇങ്ങനെ പോകുന്ന ഈ ജനം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഈ ജനം നന്നേ ഭാരപ്പെടും. കാരണം പ്രവാസത്തിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാ എത്തപ്പെടുന്ന അറിയത്തില്ല, ഏത് വീട്ടിലാണ് എത്തപ്പെടുന്ന അറിയത്തില്ല, എവിടെയാ ജോലി നൽകുന്നെന്ന് അറിയത്തില്ല, പിന്നീടുള്ള അവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ജനത്തിനുള്ളിൽ വല്ലാത്തൊരു ഭയം വരുന്നുണ്ട്, ഈ ജനത്തിനുള്ളിൽ വല്ലാത്തൊരു ഭീതി വരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനഭാഗത്ത് കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ, ചില രോഗങ്ങൾ നമ്മളെ പിടിപെടുമ്പോ അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. നമ്മൾ ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇത് വന്നു, എന്തുകൊണ്ട് ഞാൻ ഈ വഴി പോകേണ്ടി വന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന് നേരെ ഈ അവസ്ഥകൾ നേരിടേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ആമേ പ്രവാസം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നതാണ്, നഷ്ടപ്പെടുത്തലുകളാണ് പ്രവാസം. ഹല്ലേലൂയ. ആമേ ജനം ചിതറിപ്പോകുക. ആമേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എത്രയോ സമയങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവമേ ഞാൻ ഈ വഴിയിലൂടെ പോകേണ്ടി വന്നു? തലകുനിക്കപ്പെട്ടവരായി, നിന്ദിക്കപ്പെട്ടവരായി, ആമേ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലാത്തവരായി, ആമേ മറ്റുള്ളവരവരെ നിന്ദിക്കാൻ തുടങ്ങി. നിങ്ങൾ വലിയ ദൈവത്തിന്റെ അടുക്കല സ്വന്തം ജനമാണെന്നൊക്കെയല്ലേ പറയുന്നത്? ഒത്തിരി ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനില്ലേ? ആമേ നിങ്ങളുടെ ദൈവം വലിയവരാണെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ടും എന്തേ ഈ കഷ്ടതയിലൂടെ നിങ്ങൾ പോകേണ്ടി വന്നു? എന്നിട്ടും എന്തേ ആമേ മറ്റു ജാതികളെ പോലെ അല്ലാത്ത ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വന്നു എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഇസ്രായേൽ ജനത്തിനില്ലാതെ തല കുനിക്കപ്പെട്ടവരായി മറ്റൊരു രാജ്യത്തേക്ക് അടിമകളായി പോയിരുന്ന ഈ ജനോ അവരെ മടങ്ങി വരവിന്റെ നടുവിൽ അവർ വിളിച്ചു പറയുക, ആമേ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത ദൈവമേ അങ്ങേക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, പിന്നിട്ട വഴികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടു പോയ എത്രയോ സന്ദർഭങ്ങൾ, തല കുനിക്കപ്പെട്ടു പോയ എത്രയോ മേഖലകൾ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ പോയ ഒത്തിരി സന്ദർഭങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നിന്റെ പക്ഷത്തുണ്ടെന്ന് നീ പറഞ്ഞിട്ട്, യഹോവ എന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട്, ആമേ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച പറഞ്ഞു, നാമേ അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറ്റി നിന്നിട്ട് എന്തേ നീ ഉയർച്ച പ്രാപിക്കാത്തത്? നീയല്ലേ പറഞ്ഞത് കർത്താവ് കൂടെ ഉണ്ടെന്ന്? ആമേ നീയല്ലേ പറഞ്ഞത് കർത്താവ് വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന്? പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്തിയെ വലങ്കരം? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യ ചിഹ്നങ്ങൾ നമ്മുടെ നേരെ കടന്നു വരുമ്പോ ആമേ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ബുദ്ധി തന്നെ നമ്മളോട് ചോദിക്കത്തില്ലേ? ആമേ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, കർത്താവെ ഞാൻ കർത്താവിന് വേണ്ടി നിന്നിട്ട്, ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട്, എന്നാലാവത് ഞാൻ പ്രയോജനപ്പെട്ടിട്ട്, ആമേ എനിക്ക് ആ കഴിയുന്നതിനും അപ്പുറം പ്രൈസ് ദി ലോർഡ് ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായിട്ട് എന്തേ എന്റെ ജീവിതത്തിലെ കഷ്ടത? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ചോദ്യങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നെങ്കിൽ പഴയ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോ ആമേൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മറുപടി നമ്മൾ പ്രാപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോ വർഷവും പുതുവർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ഈ വർഷം അവസാനിക്കുന്ന മുൻപ് എന്റെ ഈ വിഷയത്തിനകത്ത് ഒരു മറുപടി ഉണ്ടാകണം. പക്ഷേ ഇതുവരെ ഈ 2026 ഞാൻ പ്രവേശിച്ചിട്ടോ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എന്റെ വിഷയത്തിനകത്ത് മറുപടി കിട്ടാത്ത വിഷയം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആമേ ഞാൻ ഈ വചനം മുമ്പ് വെച്ചുകൊണ്ട് പറയാ, ഞാൻ ഇങ്ങനെ ആമേ അടുത്ത വർഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ ഞാൻ ആരംഭത്തിൽ ദൈവത്തോട് പറഞ്ഞതാ, ഞാൻ ഒത്തിരി സമയം ദൈവത്തിന് തന്നതാ, ഈ വർഷം അവസാനിക്കും മുൻപ് എന്റെ ജീവിതത്തിനകത്തൊരു ദൈവ പ്രവൃത്തി ഉണ്ടാകണം. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. പക്ഷേ അതേ പ്രതിസന്ധിയിൽ ഞാൻ ഇന്നും നിൽക്കുമ്പോ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ, യഹോവ എന്നിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് എന്റെ വിഷയം പങ്കുവെക്കുന്നതിന് പരിധിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ വിഷയം പങ്കുവെക്കുന്നതിന് പരിധിയുണ്ട്. നമ്മുടെ സഭയിൽ സാക്ഷ്യം പറഞ്ഞാലോ, നമ്മുടെ കൂട്ടാളിയോട് പറഞ്ഞാലോ, നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞാലോ, നമ്മുടെ മക്കളോട് പങ്കുവെച്ചാലോ, ആമേ നമ്മുടെ സഭാ ശുശ്രൂഷകരോട് പങ്കുവെച്ചാലോ, ആമേ നമ്മുടെ ഹൃദയത്തിനകത്ത് കുറച്ച് വിഷയങ്ങൾ നമ്മളിങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് ആരോടും പങ്കുവെക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയമാ. ആമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ വല്ലാതെ നൊമ്പരപ്പെടുന്ന ആ വിഷയത്തിന് നടുവേ ആത്മാവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന്. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മറുപടി കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ നമുക്കൊന്നിനും കുറവില്ലാതെ നമ്മ ഇതുവരെ കൊണ്ടുവന്ന ദൈവമേ അങ്ങയുടെ പ്രവൃത്തി അത്ര വലുതാ. അവിടുത്തെ പ്രവൃത്തി അത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. ഇവരെ പ്രവാസത്തിലായിരുന്നു. മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു. കാരണം എസ്രാ
എസ്രായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ അവർ ഈ ആലയം പണിയാനൊക്കെ ആയിട്ട് പോയി. ആലയം പണിയാൻ കോരശ് രാജാവ് അനുവദിച്ചിട്ട് ആലയം പണിയാൻ പോയി. ആലയം പണിയാൻ പോയപ്പം അവിടെ അവർക്കെതിരെ ഒരു കത്തൊക്കെ എഴുതി. അവരുടെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. അവർക്കെതിരെ ഒരു കത്തൊക്കെ എഴുതി അവസാനം അവരെ പേടിപ്പിച്ചു, അവരെ ഭയപ്പെടുത്തി. അവർക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങനെ ആലയം പണി നിർത്തിവെച്ചു. ആലയം പണി നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ഈ എസ്രാ പുരോഹിതന്റെ നേതൃത്വത്തിൽ ആലയം പണി കുറെ വർഷങ്ങൾക്ക് ശേഷം തുടങ്ങുമ്പോ ഇവർക്ക് വിരോധമായി ഒരു കത്തൊക്കെ അന്നത്തെ രാജാവിന് എഴുതി അയക്കുക. അവരെ വിരോധികളാ വീണ്ടും എഴുതി അയക്കുക. അപ്പൊ ഇവരോട് അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഈ ആലയം പണിയാ? അപ്പൊ അവര് പറഞ്ഞു, കോരശ് രാജാവ് ഞങ്ങൾക്ക് അനുവാദം തന്നതുകൊണ്ടാണ് ഞങ്ങൾ പണിയുന്നതൊക്കെ പറഞ്ഞപ്പോ ആ കാലത്ത് നിലനിൽക്കുന്ന ദാര്യാവേശ് രാജാവാണ് തോന്നുന്നു, അദ്ദേഹത്തിന് കത്തെഴുതി അയക്കുമ്പോ അദ്ദേഹം പോയി രാജകൊട്ടാരത്തിലെ രേഖകളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോ കോരശ് രാജാവ് എഴുതി വെച്ച ഒരു വിൽപത്രം അവർ കണ്ടെത്തുക. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവര് പണിതതേ ഉള്ളായിരുന്നു അതുവരെ. അവിടെ ആ രാജാവ് ചെയ്തൊരു കാര്യമുണ്ട്. കോരശ് രാജാവ് പറഞ്ഞിട്ടുണ്ട്, ആലയത്തിന് പണിക്ക് വേണ്ടതെല്ലാം കൊടുത്തു വേണോ ഇവരെ യാത്ര അയക്കാൻ. മാത്രമല്ല ദൈവാലയത്തിൽ എടുത്തുകൊണ്ട് വന്ന സകല സാധനങ്ങളും അവർക്ക് തിരികെ കൊടുക്കണോ. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വർണം വെള്ളി പാത്രങ്ങൾ മുഴുവൻ അവർക്ക് തൂക്കി കൊടുക്കുക. അവരോട് പറയാ, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് ആലയം പണിയെന്ന്. പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് പോയപ്പം തലകുലിക്കപ്പെട്ടവരായി, അപമാനിക്കപ്പെട്ടവരായി, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാത്തവരായി, ഒറ്റപ്പെട്ടവരായി. ഇങ്ങനെ പോയ ഇവര് മാറി ഉടുക്കാൻ വസ്ത്രമില്ലാത്തവരായി, നിരാശയോടെ പോയ ഇവര് മടങ്ങി വരുമ്പോ വെറും കൈയോടല്ല മടങ്ങി വരുന്നത് കേട്ടോ. അവര് പറയും, അതുകൊണ്ട് അവരിവിടെ പറയുന്നത്, അവര് നോക്കുമ്പോ നിങ്ങളെല്ലാം പ്രവാസത്തിൽ പൊയ്ക്കോ എന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക മാത്രമല്ല ചെയ്തത്, മടങ്ങി പോകുന്ന ജനത്തിന് വേണ്ടുന്നതൊക്കെ കൊടുത്ത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഒരു രാജാവിന്റെ ഇടത്തു നിന്ന്, ഒരു രാജ്യത്ത് നിന്ന് അവർക്കൊരു ഉത്തരമുണ്ടാകുക, ഒരു മറുപടി ഉണ്ടാകുക, ഒരു പ്രവൃത്തി ഉണ്ടാകുക. അതുകൊണ്ട് അവർ പറയുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു. കാരണം അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെന്ന്. ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യം, യഹോവ നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്താൽ വിശ്വസിക്കാൻ കഴിയാത്തവർ ഞാൻ ഇങ്ങനെ ആയോ, എന്റെ ജീവിതം ഇങ്ങനെയായോ എന്ന് നമുക്ക് പോലും ചിന്തിക്കുമാർ. സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? നമ്മളെപ്പോഴും പാടുന്ന പാട്ട് ഇപ്പൊ ഇന്ന് തന്നെ കുഞ്ഞുങ്ങള് പാടി. നമ്മളൊന്ന് ഓർത്തു നോക്കിയിട്ട് എത്ര അത്ഭുതമാർന്ന വിധത്തിലാണ് ദൈവം നമ്മളെ നടത്തുന്നത് ഇല്ലേ. ജീവിതത്തിലെ ശൂന്യതകൾ, ജീവിതത്തിലെ കഷ്ടതകൾ, ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇതുവരെ വന്ന വഴികൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, കൈ നീട്ടി നമ്മൾ പലർക്കു മുൻപിൽ നിന്ന നാളുകൾ നമുക്കുണ്ട്. മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ ഭാരപ്പെട്ട ഒരു കാലം നമുക്കുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത പലതിനെ പറ്റി വിചാരപ്പെട്ട മനം കലങ്ങിയ ഒരു കാലം നമുക്കുണ്ട്. എവിടെ ഉറങ്ങുമെന്ന് ചിന്തിച്ച ഞരങ്ങിയ ഒരു കാലം നമുക്കുണ്ട്. എന്റെ അനുഭവം വെച്ച് ഞാനിങ്ങ് പറയുക, വിദ്യാഭ്യാസം കൊണ്ടോ കഴിവ് കൊണ്ടോ ശുശ്രൂഷയുടെ പരിചയം കൊണ്ടോ മിടുക്കുകൊണ്ടോ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചതിന്റെ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ലഭിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന ഞങ്ങളെയും ഓർത്തൊരു ദൈവം യഹോവ വൻ കാര്യങ്ങളെ ചെയ്തു. ഇന്ന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ അനുഭവങ്ങൾ ഒത്തിരി എന്റെ മനസ്സിലൂടെ ഓർമ്മ വരികയാണ്. നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്തൊരു ദൈവം. നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്തൊരു ദൈവം, നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്തൊരു ദൈവം. പലപ്പോഴും നമ്മുടെ പ്രാണൻ പോലും അപഹരിക്കപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന കാര്യം. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. എങ്കിലും ഞാൻ എല്ലാവർക്കും വിട്ട് ഞാൻ പറയുക, ഞാൻ പറയും,
യഹോവ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവം. ഹല്ലേലൂയ. എന്റെ തലമുറയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവം. ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് പറയും, നമ്മുടെ ജീവിതത്തിന്റെ പഴയ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവരൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. തീരാത്ത നന്മകളെന്നൊക്കെ നമ്മൾ പറയല്ല. നമ്മൾ ഓരോ ഇൻസിഡന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. തകർന്നുപോയ സന്ദർഭങ്ങൾ, കണ്ണുനീർ മാത്രം വീടിനകത്ത് ഉയർന്ന സന്ദർഭങ്ങൾ, നിലവിളികൾ മാത്രം വീടിനകത്ത് ഉയർന്ന സന്ദർഭങ്ങൾ, ഇനി എന്ത് ചെയ്യും എന്റെ കുഞ്ഞിനെ കൊണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത സന്ദർഭങ്ങൾ. ഇന്ന് മകൻ ദൈവാത്മാവ് നമ്മളോട് പറയാ, നമ്മുടെ തലമുറയെ നോക്കി. നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ടിട്ടില്ലേ? വേണ്ടുപോലെ പഠിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. വേണ്ടുപോലെ അവർ ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ അവർ കഴിഞ്ഞിട്ടില്ല. വേണ്ടുപോലെ കഴിവുകൾ അവരില്ല. കർത്താവ്, ഇവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തൊരു ദൈവം. ഹല്ലേലൂയ. ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വേദഭാഗമുണ്ട്. നമ്മൾ അവിടെ വായിക്കുന്നത്, അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങള് ജാതികളിടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ വിശ്വസിക്കത്തില്ല. വിവരിച്ചു കേട്ട എന്ന് വെച്ചാൽ, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിയെ ഞാൻ വിവരിച്ചു പറഞ്ഞാൽ അവൻ വേറൊരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തവാറ് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോ മറ്റുള്ളവർക്ക് അതിശയം കുറവാണ്. അവരോട് ദൈവ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്നേ. എന്നും നമ്മൾ പ്രവാസത്തിൽ കിടക്കത്തില്ല, എന്നും നമ്മൾ കഷ്ടതയിലായിരിക്കത്തില്ല, എന്നും നമ്മൾ കടഭാരത്തിലായിരിക്കത്തില്ല, എന്നും നമ്മൾ നിന്ദയിലായിരിക്കത്തില്ല, എന്നും നമ്മൾ ഒറ്റപ്പെടലായിരിക്കത്തില്ല, എന്നും നമ്മൾ ശൂന്യതയിലായിരിക്കത്തില്ലെന്നേ. നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്താൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും. നമ്മുടെ കടത്തിലെ മാവ് അവൻ വർദ്ധിക്കുമെന്നേ, നമ്മുടെ ഭരണിയിലെ എണ്ണ വർദ്ധിക്കുമെന്നേ, നമ്മുടെ പടക നിറയുമെന്നേ. ദൈവം നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്താൽ നമ്മുടെ സ്ഥിതികൾ മാറ്റം വരും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. നമുക്ക് ആശ്ചര്യം കൂറുമാറൊരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. ഇവിടെ നിന്ന് അവരെ പുറപ്പെടുവിക്കുമ്പോ നമ്മൾക്കറിയാം, പ്രവാസത്തിലായി പോയ ജനം അടിമകളാണ്. ശാരീരികമായി അവർ ക്ഷീണിച്ചവരാ, മാനസികമായി അവർ ക്ഷീണിച്ചവരാ, സാമ്പത്തിക മേഖലകളിൽ ക്ഷീണിച്ചവരാ. ഒരു മേഖലകളിലും അവർക്ക് സ്വന്തം എന്ന് പറയാൻ അവർക്കൊന്നുമില്ല. സ്വന്തം നാടും ദേശവും ഒക്കെ വിട്ട് മറ്റൊരിടത്ത് പോയി പാർക്കേണ്ടി വന്ന ജനം ഇനി സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് ചിന്തിച്ച, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോയി, അടഞ്ഞുപോയി എന്ന് ചിന്തിച്ച ഇടത്ത് അവർക്കൊരു ആനന്ദത്തിന്റെ ഒരു പുറപ്പാട് നൽകിയതുപോലെ ദൈവം നമ്മളോട് ഇന്ന് പകൽ ദൂത കൈമാറുന്നത്, ശത്രു എത്ര പ്രബലനാണെങ്കിലോ, നമ്മൾ ശരീരത്തിൽ എത്ര ക്ഷീണിതരാണെങ്കിലോ, സാമ്പത്തികമായി എത്ര ശോഷിച്ചവരാണെങ്കിലോ, കരുത്ത് നഷ്ടപ്പെട്ടവരാണെങ്കിലോ, യുദ്ധം ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയില്ലാത്തവരാണെങ്കിലോ, നമ്മുടെ ബലം ക്ഷയിച്ചു പോയാലോ, ആത്മാവ് നമ്മളോട് പറയുന്നു, യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന, യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന, അവിടുന്ന് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. യുദ്ധം ആരുടേതാ? യഹോവയുടേതാ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോ ഞങ്ങളോ, ഞങ്ങളുടെ ദൈവമായ യഹോവേ. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുക, ആശ്രയം പൂർണ്ണമായി ദൈവത്തിലാണെങ്കിൽ, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം 15:3 വാക്യത്തിലെ ഇസ്രായേൽ മക്കൾ തപ്പെടുത്ത് നൃത്തം ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവന്റെ നാമം. അവർ പറയാ, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ ഭയങ്കരനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെ നിനക്ക് തുല്യനാർ. കാരണം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി ഓർത്താൽ, നിന്റെ പ്രവൃത്തിയുടെ മഹത്വം ഓർത്താൽ, ദൈവ പ്രവൃത്തിയുടെ ആഴം ഓർത്താൽ, നീ എത്ര വലിയവനാ. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാൻ ഒരു സൈന്യത്തെ ഒന്നും ദൈവം അയച്ചോ? ഇല്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് പിക്നിക്ക് പോയപ്പോ നമ്മൾ അവിടെ കണ്ടു,
അവൻ നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ പേൻ വന്നു തവള വന്നു എന്നൊക്കെ നമ്മൾ കേട്ടാലും നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ നമ്മൾ കണ്ടു പേനും തവള എങ്ങനെ വരുന്നത് ഇല്ലേ? ആമേൻ വന്നത് ആമേൻ ആമേൻ ഒരു എന്താ ഒരു മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ലാത്തവണ്ണം നമ്മുടെ അടുക്കൽ പേൻ വന്നാലുള്ള അവസ്ഥ എന്ന് ഓർത്ത് നോക്ക്. ദൈവം സൈന്യത്തെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചിലർ രഥങ്ങളും ചിലർ കുതിരകളും ആശ്രയിക്കുമ്പോ ആമേ രാജാവിന്റെ അധികാരങ്ങൾ അവർക്കുണ്ട്, സൈന്യം അവർക്കുണ്ട്, ആമേ കുതിരച്ചേവകരുണ്ട്, ആമേ പോകാൻ പടവെട്ടാൻ അവൻ പ്രാപ്തരായവർ മിസ്രൈമിലുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനത്തിന് സൈന്യ ബഹുത്വമൊന്നുമില്ല, കരുത്ത് നഷ്ടപ്പെട്ടവരാ, ബലം നഷ്ടപ്പെട്ടവരാ, ഒന്നും ആമേ സ്വന്തമെന്ന് പറയാനില്ലാത്തവരാ. പക്ഷേ അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തേക്കരാ. ആമേ അവൻ പേരിനെ അയച്ച്, ആമേ അവൻ മൃഗജാതി കൽപ്പിച്ച്, അവൻ എന്തിനോടോ ആമൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് ദൈവം ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കാണുന്ന വസ്തുക്കളെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തി ചെയ്യുന്നത്. ആ സൈന്യത്തിന് മുൻപിൽ ആർക്കെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റിയോ? ഒരു മനുഷ്യർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവനാരാ? അവന് വഴി ഉപദേശം കൊടുക്കുന്നവനാരാ? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവൻ കാറ്റിനെ തന്റെ ദൂതന്മാർ, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യനും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുമ്പോ ഏത് വിഷയമായിക്കോട്ടെ, ആത്മാവ് നമ്മളോട് പറയുന്നു, ആമേൻ യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന, യഹോവ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന, ആമേൻ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവൻ മീറ്റിംഗിൽ ഓർമ്മിപ്പിച്ച ഒന്നുകൂടെ ഞാൻ പറയുക, ദാനിയേല് രേഖ വിരോധമായി എഴുതിയിരിക്കുന്നത് കേട്ട ദാനിയേൽ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു, എന്താ പ്രാർത്ഥിച്ചെന്ന് അവൻ അറിയത്തില്ല. അവൻ മനുഷ്യനാ, മരണഭയം അവൻ ഉണ്ടായിക്കാണ്, അതൊക്കെ വാസ്തവമാ. എന്തവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവൻ ദാനിയേലിന്റെ അടുക്കൽ ദൂതൻ വന്ന് ഒരു വാക്കും ദാനിയേലോട് പറഞ്ഞതായിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. കാണുന്നുണ്ടോ? ഇല്ല. തല കുനിക്കപ്പെട്ടവരായി സിംഹത്തിന്റെ കൂട്ടിലേക്ക് പോകുമ്പോ ആമേൻ ദാനിയേൽ പിന്നീട് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ യഹോവ തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചോ, സിംഹങ്ങളുടെ വായടച്ചോ. എനിക്ക് വേണ്ടി എവിടെ പ്രവർത്തിക്കണമോ, എവിടെ ഇടപെടണമോ, അലറുന്ന സിംഹം എന്ന പോലെ നമ്മെ നശിപ്പിച്ചു കളവാൻ, നമ്മെ ഇല്ലാതാക്കാൻ, നമ്മുടെ ഭാവിയെ തകർക്കാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഏത് അന്ധകാരത്തിന്റെ വ്യാപാരമാകട്ടെ, ഏത് മാനുഷിക വെല്ലുവിളികളാകട്ടെ, ആത്മാവ് പറയുന്നു, നീ ദൈവസന്നിധി മുട്ടുമടക്കാൻ മതി, ദൈവം പ്രവർത്തിക്കേണ്ട എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ദൈവം വലിയവനാ, എന്റെ ദൈവം വലിയവനാ. ഇവിടെ പറയുക, ദൈവം മടക്കി അയച്ചപ്പം ആമേൻ ഞങ്ങൾ എങ്ങനെയായിരുന്നു അറിയാമോ? സ്വപ്നം കാണുന്നവരെ പോലെ, സ്വപ്നം കാണുന്നവരെ പോലെ. ആമേൻ കർത്താവെ ഇത്രത്തോളം ഒക്കെ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, കർത്താവെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്റെ കുടുംബവും എന്തുള്ളൂ, എന്റെ കുടുംബവും എന്തുള്ളൂ. ആമേൻ ആടിനെ മേയ്ക്കാൻ ആമൻ നടന്നിടത്ത് ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമൻ ദൈവത്തിന് സൂക്ഷിച്ചപ്പോ ആമേൻ കർത്താവദാസൻ ഈ ഭാഗം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആടിനെ മേയ്ക്കാൻ ആമേൻ അപ്പൻ പറഞ്ഞയച്ചപ്പോ നേരത്തെ ശമൂവേൽ പറഞ്ഞതാ ഞാൻ വരുന്നുണ്ട്. ആമേൻ അവിടെ ഒരു വിരുന്നൊരുക്കാന് ആമൻ വിരുന്നൊരുക്കിയപ്പോ അപ്പൻ മര്യാദക്ക് ചെയ്യണോ, ആമൻ ജ്യേഷ്ഠനെയോ അനിയനെയോ ആരെയോ അഭിഷേകം ചെയ്യട്ടെ, അവൻ ഇവനും കൂടെ വന്നത് കാണട്ടെന്ന് ചിന്തിക്കാൻ ഉള്ള മനസ്സിൽ അപ്പൻ ഉണ്ടായോ? ഇല്ല. ആമേൻ അവിടെ വന്ന് ആമൻ മൂത്തവരെ മുതൽ താഴോട്ടുള്ളവരെ ഒക്കെ അപ്പൻ നിരത്തി നിർത്തിയപ്പോ ആമൻ അപ്പന്റെ കണ്ണിന് യോഗ്യതയില്ലെന്ന് തോന്നിയ, അപ്പന്റെ കണ്ണിന് ആമേൻ അവൻ കൊള്ളത്തില്ലെന്ന് തോന്നിയ, അപ്പന്റെ കണ്ണിന് മാറ്റി നിർത്തപ്പെട്ട അവന്റെ മേൽ അഭിഷേകം പകർന്നത് ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു തോത്. ചിലപ്പോഴെങ്കിലും ഒക്കെ മനുഷ്യരൊക്കെ പറയോ അവനതിന് കൊള്ളത്തില്ല, അവനെ അതിന് ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല, അവൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കുറവുകളായിട്ടുണ്ടെന്ന് മനുഷ്യരൊക്കെ പറയുമ്പോ ആമേ ദൈവം നമ്മളോട് പറയുക, നീ എവിടെ കിടന്ന് ഇടത്തുമെന്ന് ആമേ സങ്കടക്കാരൻ പറയുന്നു, നാശകരമായ കുഴിയില കിടന്ന എന്നെ അവൻ കരകയറ്റി. എന്താ ഈ നാശകരമായ കുഴിയും കുഴഞ്ഞു ചേറും? നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും പറയുന്നത് ഞങ്ങൾ പാപത്തിന്റെ കുഴിയിലായിരുന്നു. നമുക്ക് അതൊന്നും ചിന്തിക്കാം. നമ്മൾ പാപത്തിൽ അകപ്പെട്ട് കിടന്നിടത്തുനിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. നമ്മൾ നോർത്ത് നോക്കിക്കേ, ഒരു കുഴിക്കകത്ത് നമ്മളെ ഇട്ടിട്ട് ഇനി അവിടെ നിന്ന് കരകയറത്തില്ല, നീ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുന്ന നാശകരമായ കുഴി എന്ന് സംഗീതക്കാരൻ പറയുന്നത് എന്റെ തകർച്ചയുടെ കുഴി, എന്റെ ആതമ്പതനത്തിന്റെ കുഴി. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ ആ കുഴി വീണുപോയി.
ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ല, കാരണം അത്ര കുഴി. അതുപോലൊരു കുഴിയില സെല്ലുത്തരക്കാരെ ഞാൻ കിടന്നത്. അത് തകർച്ചയുടെ കുഴിയായിരുന്നു, അത് നാശത്തിന്റെ കുഴിയായിരുന്നു, അത് അപമാനത്തിന്റെ കുഴിയായിരുന്നു, അത് നിന്ദയുടെ കുഴിയായിരുന്നു. അതെന്റെ ജീവിതത്തിൽ ആമൻ ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം എന്നെ ബന്ധിച്ച കുഴിയായിരുന്നു. ആ കുഴിയിൽ നിന്നാണ് കർത്താവിനെ കരകയറ്റിയത്. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്, ആമേൻ, സങ്കീർത്തനക്കാരൻ തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നില്ലേ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. കാരണം രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ കാലെടുത്ത് വെക്കും തോറും ഞാൻ പിന്നെയും കുഴിയിലേക്ക് ആണ്ടുപോകുക. എനിക്ക് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ലോകത്തിൽ ഒരു ശക്തിക്ക് വരെ വിടുവിക്കാനും പറ്റുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എവിടെ നിർത്തിയെന്നറിയാമോ? പാറമേൽ നിർത്തി. കുഴഞ്ഞ ചേറിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന് അവൻ എന്റെ പാറമേൽ നിർത്തി. എന്നിട്ട് പറയാ, അവിടെ മുഴുവൻ തീരുന്നില്ല, എന്റെ വായിൽ പുതിയൊരു പാട്ട്. ഞാൻ കുഴി കടന്നപ്പം നിന്ദയുടെ, അപമാനത്തിന്റെ, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, വിലാപത്തിന്റെ, നഷ്ടപ്പെടലിന്റെ ഒക്കെ പാട്ടാ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ദൈവം എന്നെ കരം പിടിച്ചുയർത്തി എന്നെ പാറമേൽ നിർത്തിയിരിക്കുമ്പോ എന്റെ വായിൽ പഴയ പാട്ടല്ല. ഇനി ഞാൻ തോറ്റവരുടെ പാട്ടല്ല ഞാൻ പാടുന്നത്, പരാജയപ്പെട്ട പാട്ടല്ല ഞാൻ പാടുന്നത്. ആ ജയത്തിന്റെ, ഉല്ലാസത്തിന്റെ ഘോഷം എന്റെ കൂടാരത്തിൽ ഉയരുക. കാരണം യഹോവ എന്നിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ രട്ടിനെ അഴിക്കുന്നവൻ, നമ്മെ സന്തോഷം മുടിപ്പിക്കുന്നവൻ, നമ്മുടെ വിലാപങ്ങളെ നമുക്ക് നൃത്തമാക്കി തീർക്കുന്നവൻ. ആത്മാവ് പറയുക, ആമേൻ. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുക, നമ്മുടെ രട്ടിനെ അഴിക്കുക മാത്രമല്ല, നമ്മെ സന്തോഷം മുടിപ്പിക്കുന്ന ദൈവം, നമ്മെ സന്തോഷം മുടിപ്പിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന വിലാപങ്ങളെ, ആമേൻ, മാറ്റിക്കളഞ്ഞ നമ്മെ നൃത്തം ചെയ്യിക്കുന്ന ഒരു ദൈവം. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വേഗം മുന്നോട്ട് പോകാം കേട്ടോ. ആമേൻ. നമുക്കറിയാം, ഈ സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം വരുന്നത് ഈ ദൈവ ഈ പിറുപിറുക്കുന്നുണ്ട്. മോശയ്ക്കും അഹരോനും വിരോധമായിട്ടൊക്കെ ഒരു പിറുപിറുപ്പൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുത്തവൻ ആരാണെന്ന് അറിയേണ്ടതിന് നിങ്ങൾ വടിയൊക്കെ കൊണ്ടുവരാൻ പറയുമ്പോൾ അവിടെ അഹരോന്റെ വടി കൊണ്ടുവച്ചില്ലേ, അഹരോന്റെ വടി കൊണ്ടുവച്ചപ്പോ ഒരു ദിവസം കൂടെ എന്ത് സംഭവിച്ചു? അഹരോന്റെ വടി തളുർത്തു, പൂത്തു, ഫലം കഴിച്ചു. ഒറ്റ ദിവസം കൊണ്ട്, അല്ലേ? ദൈവം വൻകാര്യങ്ങളെ ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതം സംഭവിക്കും. അതിലൊത്തിരി കാലമൊന്നുമില്ല. ഇനി രക്തസ്രവക്കാരിയെ സ്ത്രീയോട് ചോദിച്ചാൽ അവള് പറയും, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടാൽ മതി, വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഞോട്ടിയുടെ കൊണ്ട് മാറില്ല. അതിന് ഒരു ദിവസം വേണ്ട. ഇവിടെ അഹരോന്റെ തടി തളർക്കാനും പൂക്കാനും ബദാഫലം കഴിക്കാൻ ഒരു ദിവസം എടുത്തു. പക്ഷെ രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ രോഗം മാറാൻ ഒരു സെക്കൻഡ് ഞോട്ടിയുടെ സംഭവിച്ചു. ദൈവം നമ്മളോട് പറയാം, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുവെക്കുന്നതിന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറം ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. Praise the Lord. Hallelujah. Amen. ഞാൻ വേഗം മുന്നോട്ട് പോകുക. നമുക്കറിയാം, ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, സാറ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എനിക്ക് എന്തോ ഉണ്ടായി, ചിരി ഉണ്ടാക്കി. കേൾക്കുന്നവരല്ല ഇപ്പൊ എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. എന്നിട്ട് തൊട്ട് താഴത്ത് അവള് പറയാ, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ അവനൊരു മകനെ പ്രസവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോ, ഇന്നലെ രാത്രിയിൽ നമ്മൾ ബൈബിൾ ക്ലാസ് കേട്ടതാ, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോ ജീവിതത്തിൽ ഇനി ജീവൻ പ്രാപിക്കത്തക്കവണ്ണം ഒന്നുമില്ലാതിരിക്കെ മരിച്ചു പോയി എന്ന് ചിന്തിച്ചതിന് ജീവൻ പ്രാപിപ്പിച്ച് അവന്റെ കയ്യിൽ ഒരു കുഞ്ഞ് നൽകിയിരിക്കുമ്പോ അവൾ പറയുക, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി മാത്രമല്ല കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും. ഇവിടെ തൊട്ട് താഴെ ഭാഗം പറയുന്നുണ്ട്, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്നിട്ട് പറയുന്നു 2-ാം വാക്യത്തിൽ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. എന്നിട്ട് ദൈവം ഞങ്ങളുടെ ഇടയിൽ വൻകാര്യങ്ങളെ ചെയ്ത് ഞങ്ങൾ മാത്രമല്ല അറിഞ്ഞത്, ജാതികൾ അറിഞ്ഞു. ദൈവം നമ്മളിൽ ഒരു പ്രവൃത്തി ചെയ്താൽ അതെന്ത് ചെയ്യും? മറ്റുള്ളവർ അറിയില്ലേ? ഇവര് പറയാ, അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചിരി വന്നു,
സന്തോഷം വന്നു. ഇനി സന്തോഷം മാത്രമല്ല, തൊട്ട് താഴെ ഭാഗത്ത് പറയുന്നു, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. വായിൽ ചിരി വന്നു. എങ്ങനെ ചിരി വന്നത്? അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തപ്പം വിശ്വസിക്കാൻ കഴിയാത്ത മാറ് ഒരു സന്തോഷം, ഒരു ചിരി ഉള്ളിൽ വന്നു. ഇനി ആർപ്പെന്താ? സന്തോഷം ഒരു പരിധി കൂടെ ആമേൻ എന്താ കൂടുമ്പോൾ ആർപ്പ് ഇല്ലേ? കുറച്ചും കൂടെ നമ്മൾ ഈ ഫുട്ബോളൊക്കെ കളി കാണുന്നവര്, ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്നവര് ആമേൻ ഈ ഗോൾ അടിക്കും, എന്താ പറയുന്നത്, സാധനം അടിക്കുമ്പോൾ അവരങ്ങനെ പ്രതികരിക്കുന്നത്, അവര് ചിരിച്ചോളൂ, അയ്യോ എന്റെ പൊന്നോ നമ്മളൊക്കെ കുറെ കാര്യം കണ്ടല്ലേ, ഓ അടിച്ച് തകർത്ത് ആ വീട് മൊത്തം അവർ മറിച്ചു വെക്കും, വെക്കത്തില്ലേ? എന്താ? സന്തോഷത്തിന്റെ ഒരു പടി കൂടെ കടന്ന് ആർപ്പിലേക്ക് പോകുന്നു. കാരണം ആമേൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സംഭവിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം നമ്മുടെ ഉള്ളത്തിനകത്തേക്ക് തികട്ടി വരുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ തുള്ളിച്ചാടും. പക്ഷെ നമുക്കാർക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു വൻകാര്യങ്ങളെ ഓർക്കുമ്പോൾ തുള്ളിച്ചാടാൻ തോന്നുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്, ഇല്ലേ? നമ്മളിവിടെ വന്നിരിക്കുമ്പോ പാപത്തിലായിരുന്നു നമ്മളെ, നാശകരമായി കുഴിയിലായിരുന്നു നമ്മളെ, കുഴഞ്ഞ ചേർച്ചിലായിരുന്നു നമ്മളെ, ആരും പരിഗണിക്കാതെ കിടന്നിരുന്ന നമ്മളെ, തള്ളപ്പെട്ട് കിടന്നിരുന്ന നമ്മളെ കർത്താവ് വിടുവിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് ആ നിത്യതയിൽ നമ്മുടെ പേരും ആ ജീവന പുസ്തകത്തിൽ എഴുതി ചേർത്ത് ആ ദൈവ സ്നേഹത്തെ ഓർക്കുമ്പോ നമുക്കാർക്കും ഒരു ആനന്ദം ഉണ്ടാകാറുണ്ടോ? ഒരു സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് തികട്ടി വരാറുണ്ടോ? നമ്മുടെ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യാറുണ്ടോ? ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്ന് അപ്പുറം വരുമ്പോ അവര് തപ്പെടുത്ത് എന്ത് ചെയ്തു? നൃത്തം ചെയ്തു. കാരണം അതിനു മുമ്പ് അവർ വിചാരിച്ചത് ഈ നദി ഞങ്ങൾ എന്തോ എത്തിയുള്ളൂ, മുക്കിക്കളയെത്തിയുള്ളൂ, ഇവിടം കൊണ്ട് തീർന്നെന്നാ വിചാരിച്ചത്. മരണഭയം വന്നത്, ഒത്തിരി ബുദ്ധിയുടെ പ്രയോഗങ്ങളൊക്കെ അവിടെ ജനം പറയുന്നുണ്ട്. പക്ഷേ അവൻ ഇപ്പുറം വന്നപ്പോ ഇതുവരെ ആടി രണ്ടായി പിളർന്ന ചരിത്രം കേട്ടിട്ടില്ലാത്ത ഇസ്രായേൽ ജനോ അവിടെ കാണുകയോ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കണ്ട ജനം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ നിന്ന് നന്മ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഭവിച്ചു എന്ന ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ, എന്റെ രട്ടിലെ ദൈവം അഴിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ച ദൈവം എന്ന ബോധ്യം നമ്മുടെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ, എനിക്ക് പാപത്തിൽ നിന്ന് പാപക്ഷമ എന്റെ ദൈവം തന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ശാപത്തിന്റെ കീഴിലായിരുന്ന നമ്മളെ ആ ശാപത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആരാധനാലയത്തിനകത്ത് വരുന്നു നാം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. വീടവും മറന്ന്, സമയവും മറന്ന്, സ്ഥലവും മറന്ന്, എന്റെ ചുറ്റും ആരിയിരിക്കുന്നു എന്നുള്ളത് മറന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്റെ വായെ തുറന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് പറയാ, ഈ അഭിഷേകം നമ്മുടെ ഉള്ളത്തിനകത്ത് തന്നതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പേരല്ലാതെ, ഈ അഭിഷേകം നമ്മളിൽ വന്നപ്പോ നമുക്കുണ്ടായ മാറ്റമല്ലാതെ, അത് നിമിത്തം നമുക്കുണ്ടായ അനുഗ്രഹമല്ലാതെ, എന്താ നമുക്കുള്ളതെന്ന്, എന്താ നമുക്കുള്ളത് മാന്യത എന്ന് പറയാൻ? അർഹതയില്ലാത്തത് നൽകുന്ന ദൈവം. എന്റെ ദൈവം എത്ര നല്ലവനാണ്, എന്റെ ദൈവം എത്ര നല്ലവനാണ്. ദൈവത്തെ സ്തുതിക്കണം, ഹൃദയം തുറന്ന് സ്തുതിക്കണം. ഞാന് വേഗം പോകാം. യശയ്യാപ്രവാചകൻ 35:1-2 വാക്യത്തിൽ പറയുന്നു, മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച ഘോഷിക്കുന്ന വേഗത്ത് പോട്ടെ. എന്നിട്ട് ഇവര് പറയാ, കർത്താവെ ഞങ്ങൾ രക്ഷപ്പെട്ട്, ദൈവം ഞങ്ങൾ വൻകാര്യങ്ങളെ ചെയ്തു, ഞങ്ങൾ ഇവിടെ വന്നു. അവര് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണം. ഞങ്ങളുടെ പ്രവാസികൾ എന്ന് വെച്ചാൽ ഇവിടെ ജനം എല്ലാവരും വന്നിട്ടില്ല, കുറച്ചുപേർ ഇപ്പോഴും പ്രവാസത്തിലുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ട്, ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നല്ല, പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തിനും കൂടെ ദൈവം ഒരു മടങ്ങിവരവ് നൽകണം. അതിനാൽ ദൈവാത്മാവ് നമ്മളോട് എന്താ പറയുന്നത് അറിയാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തത് അനുഭവിച്ച നമ്മൾ അതേ പ്രതിസന്ധിയിൽ കിടക്കുന്ന ജനത്തിനു വേണ്ടി കൂടെ ദൈവസന്നിധി മധ്യസ്ഥതയാണ്. നിത്യരക്ഷ പ്രാപിച്ച നമ്മൾ നിത്യരക്ഷ ലഭിക്കാതെ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവ് നമ്മളോട് പറയുക, അവൻ പ്രാർത്ഥിക്കാൻ നമ്മളെ തയ്യാറാക്കണം. വേഗത്തിൽ വരാം. കണ്ണീരോടെ വിതയ്ക്കുന്നവരെ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഇല്ലേ? അതിന്റെ ആ വേദഭാഗം എന്താ പറയുന്നത്? ഇവര് ഈ പ്രവാസത്തിൽ മടങ്ങി വന്നില്ലേ? മടങ്ങി വന്നിട്ട് ഇവർക്ക് വിത്ത് മാത്രമേ കൊടുത്തുള്ളൂ. വിത്ത് മാത്രം കൊടുത്തു. ഈ വിത്ത് ലഭിക്കപ്പെട്ട ഇവര്, വിത്ത് എന്ന് പറയുമ്പോൾ ആ വിത്ത് വെച്ച് വേണമെങ്കിൽ അവർക്ക് ഭക്ഷിക്കാം, അന്നുള്ള ആഹാരത്തിനുള്ളതാ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്, അതെല്ലാം കൂടെ എടുത്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ
പിന്നെ അടുത്ത വർഷത്തേക്ക് എന്തില്ല, കൊയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അവൻ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു. ആ വിത്ത് അവരുടെ വിശപ്പിനുള്ളതായിരുന്നു, അവർക്ക് ആഹാരം കഴിക്കാനുള്ളതായിരുന്നു. പക്ഷെ ഈ ജനം ചെയ്തൊരു കാര്യം, അവരെ മുന്നോട്ടുള്ള കാലങ്ങളെ നോക്കിയിട്ട് ഈ ധാന്യമണി ഞങ്ങൾ ഭക്ഷിച്ചു തീർത്താൽ പിന്നീട് ഒരു വിതയില്ല, കൊയ്ത്തുണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശന്നുകൊണ്ടാണെങ്കിലോ കരഞ്ഞുകൊണ്ടാണെങ്കിലോ അവർ വിത്ത് വിതയ്ക്കാൻ തയ്യാറായി. തങ്ങളുടെ ഭക്ഷണമോ അവരുടെ അന്നമോ അവർ വിതയ്ക്കുന്നത് കാരണോ അവർ മുൻകാലങ്ങളിലേക്ക് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് എന്താ അതിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാമോ? നമ്മളും വിതയ്ക്കണം, കരഞ്ഞുകൊണ്ട് വിതയ്ക്കണം. വിത്ത് നമ്മൾ വിതയ്ക്കണം. എങ്ങനെ വിതയ്ക്കേണ്ടത്? ഞാൻ ഒരു കൊയ്ത്ത് കാണുമെന്ന് വിശ്വസിച്ചോണ്ട് വിതയ്ക്കണം. ഞാൻ കൊയ്യുമെന്ന് വിശ്വസിച്ചോണ്ട് വിതയ്ക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞിട്ട് മടക്കി തരാൻ ദൈവത്തിന് വചനമാണെങ്കിൽ അപ്പം വെള്ളത്തിലെറിഞ്ഞാൽ എവിടെങ്കിലും മടങ്ങി വരുമോ? വരത്തില്ല. ഒരു പീസ് ബ്രെഡ് വെള്ളത്തിലേക്ക് ഇട്ടാൽ ആ വെള്ളത്തിൽ അത് അരിഞ്ഞു പോകും, ഒരിക്കലും അത് മടങ്ങി വരത്തില്ല. പക്ഷെ ദൈവം പറയാ, നിനക്ക് വിശപ്പിനുള്ള ദൈവം പറയുന്നത് നീ അത് വെള്ളത്തിലേക്ക്, കാരണം നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോ മടങ്ങി വരാൻ സാധ്യതയില്ലെന്ന് നിനക്ക് തോന്നിയാലോ നീ എറിയണോ. അവൻ ഏറിയ നാൾ കഴിഞ്ഞാലോ നിനക്കത് മടക്കി തരുന്ന ദൈവമുണ്ട്. കരഞ്ഞുകൊണ്ട് നീ എറിയുന്നത്, നിന്റെ ശൂരതയിൽ നീ എറിഞ്ഞത്, നിന്റെ ഇല്ലായ്മ നീ എറിഞ്ഞത്. വചനം പറയുന്നത് അവൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം നീ കർത്താവിന്റെ നാമത്തിൽ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് വെച്ചിരുന്നത്, അന്നത്തിന് വെച്ചിരുന്നത് സഭയുടെ ആവശ്യം പറഞ്ഞപ്പോ അത് നടക്കട്ടെ എന്ന് വെച്ച് കൊടുത്തവരുണ്ടെങ്കിൽ ആത്മാ വിളിച്ചു പറയുന്നു, ദൈവം തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ദൈവദാസന്മാരെ സൽക്കരിച്ച ഒരു കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മക്കളെ ഉണർത്താതെ മക്കളുടെ ഭക്ഷണം എടുത്ത് ദൈവഭൃത്യന്മാരെ സൽക്കരിച്ച പിതാക്കന്മാരുടെ ചരിത്രമുള്ളതാണ് നമ്മുടെ ചരിത്രം. ചേർത്ത് പിടിക്കാൻ ആരുമില്ല. അതിനൊരു കാലം നമുക്കുണ്ട്. നഷ്ടപ്പെട്ടു പോയില്ല, നമ്മളാരും നശിച്ചു പോയില്ല. ദൈവം നമുക്കൊരു കൊയ്ത്ത് വെച്ചിരുന്നു. അന്ന് ചുരുക്കമായിരുന്നു, പക്ഷെ ഇന്ന് എണ്ണിയാൽ തീരാതെ വണ്ണോ ദൈവം നമ്മളെ ഉയർത്തി. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ദൈവം നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്തു. ആമേൻ.